കോട്ടയത്ത് നിന്ന് പിടിയിലായ ശേഷം പോലീസിന് നൽകിയ മൊഴിയിലാണ് പ്രതി ജോൺസൺ ഔസേപ്പ് കുറ്റസമ്മതം നടത്തിയത്. കടനംകുളം സ്വദേശിയായ വീട്ടമ്മ ആതിരയെ കുത്തിക്കൊലപ്പെടുത്തിയത് താനാണെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. കൊലപാതകം നടത്താൻ നേരത്തെ ആസൂത്രണം നടത്തിയിരുന്നു. ഇതിനായി കത്തിയുമായാണ് സ്ഥലത്തെത്തിയത്. പെരുമാതുറയിലെ വാടക വീട്ടിൽ നിന്ന് രാവിലെ 6:30 ആതിരയുടെ വീടിനടുത്ത് എത്തിയെന്ന് ജോൺസൺ പറയുന്നു. അവിടെ പതുങ്ങി നിന്നു. കുട്ടി സ്കൂളിൽ പോയി എന്ന് ഉറപ്പായതോടെ ആതിരയുടെ വീട്ടിൽ പ്രവേശിച്ചു. കത്തി കട്ടിലിലെ മെത്തക്കടിയിൽ ഒളിപ്പിച്ചു. ചായ നൽകിയാണ് ജോൺസനെ ആതിര സൽക്കരിച്ചത്. മെത്തക്കടിയിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തിയിറക്കി വലിച്ചു എന്നാണ് മൊഴി. മരണം ഉറപ്പാക്കിയ ശേഷം രക്തം പുരണ്ട ഷർട്ട് അവിടെ ഉപേക്ഷിച്ചു. ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പുറത്തേക്ക് പോയത്. 9:30 ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടു. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതി. എന്നാൽ മരണം സംഭവിച്ചില്ലെങ്കിൽ നാട്ടുകാർ മർദ്ദിക്കുമെന്നോർത്ത് ആത്മഹത്യാശ്രമം ഉപേക്ഷിച്ചുവെന്നും മൊഴിയിൽ പറയുന്നു. ഇന്നലെ കോട്ടയത്ത് നിന്ന് പിടിയിലാകുമ്പോൾ ജോൺസൺ അവശനായിരുന്നു. വിഷം കഴിച്ചെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ജോൺസൺ ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന വീട്ടിൽ സാധനങ്ങൾ എടുക്കാൻ വരുമ്പോഴാണ് പോലീസിന് വിവരം ലഭിച്ചത്. വീട്ടുകാരുടെ തന്ത്രപരമായ നീക്കമാണ് പ്രതിയെ കുടുക്കിയത്. പുള്ളി ഒരു 3-3:15 ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു, എന്നെ നോക്കാൻ നിന്ന ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അറിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഓടി. മെമ്പറായിരുന്നു ഞങ്ങളപ്പുറത്ത്. മെമ്പറിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു. പിന്നെ അപ്പാപ്പിയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വന്നത്. നമ്മൾ വിളിച്ച് പറഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസെല്ലാം വന്ന് ഇതെല്ലാം ചെയ്തു. അതിനു മുമ്പ് ഇയാൾ ഇവിടെ നിന്ന് പോകുവാൻ വേണ്ടിയുള്ളൊരു ഇത് നടത്തി, ശ്രമം നടത്തി. അപ്പം ഞാൻ പറഞ്ഞു കാപ്പി കൊണ്ടുവരാം എന്ന് പറഞ്ഞ്, കാപ്പി അനത്താനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നിട്ടാണ് എന്നെ വന്ന് കാണുന്നത്. ഞങ്ങളത് അത്രയും സമയം പിടിച്ചെടുത്താൻ ഞങ്ങൾ നോക്കി. എന്നിട്ട് ഇയാൾക്കൊരു ഈ ചാനലുകൾ ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇയാൾ വിവരങ്ങൾ അറിയുന്നില്ലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കടനംകുളത്തെ പൂജാരിയുടെ ഭാര്യ ആതിരയുമായി ഇയാൾ സൗഹൃദത്തിലായത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. ജോൺസൺ ഭാര്യയും കുട്ടികളുമായി അകന്നു കഴിയുകയാണ്. ഒപ്പം ജീവിക്കാൻ ആതിര വിസമ്മതിച്ചതാണ് കൊലപാതക കാരണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം, കോട്ടയം.